ആലുവയുടെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമോ? 2 മാസത്തിനകം 3 സാധ്യതാ റിപ്പോർട്ടുകളുമായി നാറ്റ്പാക്. വർഷങ്ങളായി ആലുവ നഗരത്തെ വലയ്ക്കുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കണ്ടെത്താനുള്ള നടപടികൾക്ക് വേഗം കൂട്ടി നാറ്റ്പാക്. നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾ പഠിച്ച് വിദഗ്ധ സംഘം 2 മാസത്തിനകം 3 സാധ്യത പഠന റിപ്പോർട്ടുകൾ സമർപ്പിക്കും. പ്രൊഫസർ ആശാലതയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ദേശീയപാതയിൽ ആലുവ മുതൽ പറവൂർ കവല വരെയുള്ള പ്രധാന മേഖലകൾ സന്ദർശിച്ച് ഗതാഗത സാന്ദ്രത, റോഡുകളുടെ വീതി, ജംഗ്ഷനുകളിലെ വാഹനത്തിരക്ക്, നിലവിലെ ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ വിശദമായി വിലയിരുത്തി. നഗരത്തിൻ്റെ ഭാവി വികസനവും വാഹനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന എണ്ണവും കൂടി കണക്കിലെടുത്തായിരിക്കും പഠനം. പഠനത്തിൻ്റെ ഭാഗമായി 3 വ്യത്യസ്ത സാധ്യതാ പദ്ധതികളാണ് തയ്യാറാക്കുന്നത്. 2 മാസത്തിനകം റിപ്പോർട്ടുകൾ സമർപ്പിക്കും. തുടർന്ന് പൊതുജനങ്ങൾ, വ്യാപാരികൾ, വിവിധ സംഘടനകൾ എന്നിവരുടെ അഭിപ്രായം തേടിയ ശേഷമായിരിക്കും അന്തിമ പദ്ധതി തീരുമാനിക്കുക. പുളിഞ്ചോട് തൊട്ട് പരവൂർ കവല വരെയുള്ള സ്ട്രെച്ചിലെ ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ കൺജഷൻ, അത് പല രീതിയിൽ നിറഞ്ഞ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകുന്നതുകൊണ്ട് ആംബുലൻസുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, നമ്മുടെ നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോകുന്ന ആൾക്കാർക്ക് പലർക്കും ഫ്ലൈറ്റ് നഷ്ടപ്പെടുന്നു. അങ്ങനെ ജനങ്ങൾ മൊത്തമായി ഈ ഒരു സ്ട്രെച്ച് കൂടെ പാസ് ചെയ്യുന്ന എല്ലാ ആലുവക്കാർ മാത്രമല്ല, ഈ സ്ട്രെച്ച് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് വലിയൊരു ബുദ്ധിമുട്ടായി തീർന്ന സ്ഥിതിക്ക് നമ്മുടെ സ്ഥല MLA അൻവർ സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്തത്. കാര്യങ്ങളെല്ലാം അദ്ദേഹവും നമ്മുടെ ബഹുമാനപ്പെട്ട MPയും എല്ലാം വിശദീകരിച്ച് തന്നു. പിന്നെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നാറ്റ്പാക് ഉടനെ തന്നെ ബാക്കി ജനങ്ങളുടെയും കൂടെ അഭിപ്രായങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ സ്വരൂപിച്ചിട്ട് അതിൻ്റെ ബേസിസിൽ നാറ്റ്പാക് ഒരു പ്രിലിമിനറി സ്റ്റഡി, ട്രാഫിക് സർവേ ഒക്കെ കണ്ടക്ട് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ ഞങ്ങളുടെ സർവേ കണ്ടക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 3 ഓപ്ഷൻസ് മുന്നോട്ട് വയ്ക്കാൻ പറ്റും. അതിന് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ 3 ഓപ്ഷൻസിലോട്ട് എത്തിയതിന് ശേഷം ഞങ്ങൾ അതൊരു പ്രസൻറ്റേഷൻ ബഹുമാനപ്പെട്ട MPയുടെയും MLAയുടെയും ബാക്കി ജനപ്രതിനിധികളുടെ ഫ്രണ്ടിൽ ഞങ്ങൾ പ്രസൻറ്റേഷൻ നടത്തുകയും അതിൽ ബാക്കിയുള്ളവർക്ക് അവരുടെ അഭിപ്രായം പറയുകയും ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, എല്ലാ രീതിയിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുത്ത് ഈ ഒരു കൺജഷന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. റൂക്കോല ജംഗ്ഷൻ, തോട്ടക്കാട്ട് ജംഗ്ഷൻ, ഇത് ആലുവക്കാരുടെ മാത്രമല്ല, ആലുവയുടെ പോകുന്ന എയർപോർട്ടിൽ പോകുന്നവർ, അങ്കമാലി പോകുന്നവർ, പറവൂർ പോകുന്നവർ, അങ്ങനെ നാഷണൽ ഇവിടെ ആരൊക്കെ പോകുന്നു അവരൊക്കെ ഈ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കാറുണ്ട്. കുറേ നാളായി ഇതിൻ്റെ പരാതി നമ്മൾ യാഥാർത്ഥ്യവും, കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചു. അങ്ങനെ ഈ സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ ഇതിന് പൈസ അനുവദിക്കുന്നു, എൻ്റെ സ്റ്റഡി നടത്താൻ പൈസ അനുവദിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നാറ്റ്പാക്കിന് സ്റ്റഡി നടത്താൻ പൈസ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ബഡ്ജറ്റിൻ്റെ മറുപടി പ്രസംഗത്തിൽ 30 ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയും അങ്ങനെ നാറ്റ്പാക്കിൻ്റെ ഡയറക്ടർ ഡോക്ടർ ആശ സംസാരിച്ചു. അവരിത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് എന്നെ അറിയിക്കുകയും അങ്ങനെ അവർ ഇപ്പോൾ വന്ന് ഡോക്ടർ ആശയും മറ്റ് സയൻറ്റിസ്റ്റും അവരെല്ലാവരും വന്നു. റൂറൽ SP, MP, അതുപോലെ മോട്ടോർ വെഹിക്കിൾ, മറ്റു ജനപ്രതിനിധികൾ, മുനിസിപ്പാലിറ്റിയുടെ മറ്റു ഉദ്യോഗസ്ഥന്മാർ, ചെയർപേഴ്സൺ അടക്കമുള്ള എല്ലാവരും വന്ന് ഇപ്പോൾ ഞങ്ങൾ സ്റ്റഡി നടത്തിയൊക്കെയാണ്. ആ സ്റ്റഡി ജസ്റ്റ് ഈ സംഭവ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ചു. ഇനി 2 മാസം ആകുമ്പോൾ ഇവർ ഇതിന് പ്രപ്പോസൽ നാറ്റ്പാക് തരാമെന്ന് പറഞ്ഞ് ആ പ്രപ്പോസൽ ABC 3 എണ്ണം ഉണ്ടാവും. അത് ജനങ്ങളെയും മറ്റ് പൊതുപ്രവർത്തകരും മറ്റു ഉദ്യോഗസ്ഥരോട് ഇത് കണ്ട് അതിനകത്ത് ഒരു പ്രപ്പോസൽ അത് സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്തിട്ട് അത് DPR തയ്യാറാക്കുകയാണ്. DPR തയ്യാറാക്കി ഇത് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും സംയുക്തമായി മൂവ് ചെയ്യേണ്ട ഒരു പദ്ധതിയാണ്. ഞങ്ങളതിന് ഇനിഷ്യേറ്റീവ് എടുക്കും. തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഇതിന് അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ആലുവയുടെ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി ഇല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോൾ നാറ്റ്പാക്കിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഒന്നിൽ എലിവേറ്റർ ഹൈവേ അല്ലെങ്കിൽ 3ാമതൊരു പാലം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എലിവേറ്റർ ഹൈവേ അറിയോ അല്ലെങ്കിൽ 3ാമത് പാലം അല്ല പ്രശ്നം, ഈ ബ്ലോക്ക് മാറണം. നാറ്റ്പാക്കിലെ സീനിയർ സയൻറ്റിസ്റ്റ് ഡോക്ടർ ഷാഹിം, അനീഷ് കിനി, ബെന്നി ബെഹനാൻ MP, അൻവർ സാദത്ത് MLA, റൂറൽ SP K സുദർശൻ, ആലുവ നഗരസഭ ചെയർപേഴ്സൺ സൈജി ജോളി, വൈസ് ചെയർമാൻ ഫാസിൽ ഹുസൈൻ, DYSP ബാബുക്കുട്ടൻ, നഗരസഭാ കൗൺസിലർമാർ, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ
ആലുവ നഗരസഭ, MLA ഓഫീസ്, ആലുവ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പ്രത്യേക സൗകര്യമൊരുക്കുമെന്നും MLA അൻവർ സാദത്ത് അറിയിച്ചു. ജനങ്ങളുടെ അഭിപ്രായം കൂടി ഉൾപ്പെടുത്തിയാണ് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാറ്റ്പാക്കിൻ്റെ പഠന റിപ്പോർട്ട് നടപ്പിലായാൽ വർഷങ്ങളായുള്ള ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നഗരവാസികളും യാത്രക്കാരും. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടനൊപ്പം സനൂപ് കളമശ്ശേരി.